സീസൺ 7 തുടങ്ങാൻ പോവുകയാണ്. എന്താണ് ഈ വർഷം രേണുസുതി ഉണ്ട്, പിന്നെ ഒരുപാട് ആളുകളുടെ പേര് വരുന്നുണ്ട്. ഈ വർഷത്തെ ബിഗ് ബോസ് എങ്ങനെയായിരിക്കും? ബിഗ് ബോക്സിൽ വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ചെയ്താൽ മതിയല്ലോ. പോസിറ്റീവ് ചെയ്ത ആൾ അല്ലെങ്കിൽ നാട്ടിന് ഗുണമോ അല്ലെങ്കിൽ ഉപയോഗമുള്ള വലുതായിട്ട് ആരും വരല്ല. വന്നിട്ടില്ല എന്നല്ല, ഉള്ളവർ വന്നിട്ടില്ല എന്നല്ല. ഇപ്പോൾ ഉള്ളവർ പകുതി കൂടുതൽ പേരും ഫുള്ളും നെഗറ്റീവ് ഇമേജിലൂടെ ക്ലിക്കായ ആൾക്കാരാണല്ലോ. ഒരുപാട് അങ്ങനെ റിയലായിട്ട് കാണുന്ന ആളല്ല ഞാൻ. ഇടയ്ക്ക് മുഴക്കൊക്കെ കാണാറുണ്ട്. വീട്ടിലൊക്കെ സ്ഥിരം ഇവരെയൊക്കെ ലാലേട്ടൻ്റെ ഫാനാണ് നമ്മളെല്ലാവരും. ലാലേട്ടനെ ഇഷ്ടമാണ്. ഇപ്പം ഈ പരിപാടിയിൽ വന്നോളം ലാലേട്ടനെ എല്ലാവരും വെറുത്ത് കഴിഞ്ഞു. ഞങ്ങളെ വീട്ടിലൊക്കെ സീരിയൽ കാണാൻ പറ്റാത്തതുകൊണ്ട് ലാലേട്ടനൊക്കെ തൊഴുതു പിടിച്ച് പ്രാകുന്നത് കാണുന്നുണ്ട്. കാരണം വെച്ചാൽ അവർക്ക് സീരിയൽ കാണണം. ഈ പരിപാടി ഒന്നും സീരിയൽ കാണാൻ പറ്റില്ല, ഒരാവശ്യമില്ല. കാരണം നാട്ടിനും വീട്ടിനും ദുരന്തമായ കുറേ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരെ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായമാണ്. അത് ശരിയാവണോ തെറ്റാവണോ എന്നൊന്നും അറിഞ്ഞൂടാ. ആ കഥാപാത്രനെ കൊണ്ട് ഫേസ്ബുക്ക് തുറക്കാൻ വാങ്ങില്ല, വാട്സപ്പ് എടുക്കാൻ വാങ്ങില്ല. ഇനിയിപ്പം ചാനലും കൂടെ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാവും. TV എറിഞ്ഞ് വല്ല ചെളിക്കൊണ്ടിലും കൊണ്ടിടേണ്ടി വരും. അതായിരിക്കും അവസ്ഥ. സീസൺ 7 പണി വരുന്നുണ്ട്. എങ്ങനെയായിരിക്കും പ്രോഗ്രാം പ്രോമോ കണ്ടിട്ട് കഴിഞ്ഞ വർഷത്തെ പോലെ ഒന്നുമല്ല. കുറച്ചൊരു മെച്ചപ്പെട്ട ഫസ്റ്റ് സീസൺ എങ്ങനെയായിരുന്നോ അതേപോലെ ആയിരിക്കും. കാരണം ഫസ്റ്റ് സീസൺ കുറച്ച് നൈസായിരുന്നു. അത് കഴിഞ്ഞ് വന്നതെല്ലാം ഒരുമാതിരി കഞ്ഞി പരിപാടി പോലെയായിരുന്നു. ഇപ്രാവശ്യത്തെ പ്രോമോ കണ്ടിട്ട് കുറച്ച് ഒപ്പമുണ്ട്. പിന്നെ ആൾക്കാരുടെ ലിസ്റ്റ് കേൾക്കുമ്പോൾ രേണുസുതിയും പിന്നെ ആറാട്ടെണ്ണൻ AJP ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. അവർ നന്നായി നൈസായിരിക്കും. ഇവരൊക്കെ ഒരു വീട്ടിൻ്റെ അകത്തുള്ള അവസ്ഥ എന്തായിരിക്കും? പിന്നെ എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് സ്പീക്കായിരിക്കും. കാരണം അവരുടെ ഓൺലൈൻ മീഡിയ ഇത് കാണുമ്പോൾ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ഇല്ല. അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ചൊരു വീട്ടിൽ വരുമ്പം അവരുടെ പെർസ്പെക്റ്റീവ്സും മീറ്റ് ചെയ്യുമ്പം ഒരു വീടെന്തായാലും നൈസായിരിക്കും, അടിപൊളിയായിരിക്കും. ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ ഈ അമ്മമാർക്ക് സീരിയലുള്ള പോലെ അവർക്ക് ഒരു ഇതുണ്ട്. ലൈക്ക് രണ്ട് പേര് വന്ന് അടി കൂടുന്നത് കാണുമ്പോൾ മലയാളിക്കൊരു രസമായിരിക്കും. അതവർക്കറിയാം. ആ ഒരു ഇമ്പാക്റ്റിന് വേണ്ടി കൂട്ടുന്നതല്ല, വേറെ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുമ്പം കാണാൻ ഒരു ത്രില്ലല്ലേ. അതാണ് ഈ മറ്റേ പ്രേമം ആ ഒരു സംഭവമൊക്കെ മാറ്റി നിർത്തി പക്ക ഒരു ഗെയിം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ആണെങ്കിൽ നൈസായിരുന്നു തന്നെ, ഒരു കുഴപ്പമില്ല. ഫസ്റ്റ് സീസൺ എങ്ങനെയായിരുന്നോ അതേപോലെ പോയ നൈസാണ്. ഓക്കെ, അഭിപ്രായമായിട്ട് പറയുകയാണെങ്കിൽ ലൈക്ക് ഞാൻ ലാസ്റ്റത്തെ പറ്റി പറയാം. ലാസ്റ്റത്തെ സീസൺ വെറും ബോറായിരുന്നു. സീരിയസ്ലി അവിടെ വരുന്നു, ചുമ്മാ അടിയാണ്. ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ല, ജസ്റ്റ് അടി മാത്രം. ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ലാസ്റ്റ് പ്രോമോ ഇറങ്ങിയല്ലോ ബിഗ് ബോസ് സീസൺ 7, അത് കണ്ടപ്പോൾ ചെറിയൊരു പ്രതീക്ഷ പോലെയുണ്ട്. കാരണം ലാലേട്ടൻ നമ്മൾ കണ്ട ലാലേട്ടനെ പോലെയല്ല, കഴിഞ്ഞ സീസണിലെ ലാലേട്ടനല്ല ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ട് ചെറിയൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ റൂമേഴ്സും ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കൊള്ളായിരിക്കും. അടി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലെ ഒരുമാതിരി എഴച്ചിലായിട്ട് പോയിട്ട് ഒരു പകുതി ആകുമ്പോൾ അടിയൊക്കെ വന്നിട്ട് അങ്ങ് ഇതായിട്ട് മാറും. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആറാട്ടണ്ണനൊക്കെ പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ദിവസം അടിയായിരിക്കും. പുള്ളി വന്നിട്ട് ലാലേട്ട ബിഗ് ഫാൻ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അടി തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ടാസ്ക് വൈസാണ് പറയുകയാണെങ്കിൽ എന്തോ ടാസ്കുകളൊന്നും പറ്റത്തില്ല എന്നല്ലേ ലാലേട്ടൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒരു ഇതില്ല, ലൈക്ക് ഒരു ഐഡിയ ഇല്ല. എന്നാലും നല്ല ടാസ്കുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കലിപ്പിലാണെന്ന് ചോദിച്ചാൽ പറ്റുമായിരിക്കും, പറയാൻ പറ്റില്ല. ലാസ്റ്റത്തെ കലിപ്പായത് എനിക്ക് തോന്നുന്നു മറ്റേ ഒരു പുള്ളി ഉണ്ടല്ലോ, ജമ്മു കാശ്മീർ ഇൻസിഡൻറ്റ്, ആ ഒരു പുള്ളിയുടെ ആ ഒരു കലിപ്പ് ഇപ്രാവശ്യം കാണുമെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും വരുമായിരിക്കും. എനിക്ക് തോന്നുന്നു മറ്റേ ബിഗ് ബോസ് ഹിന്ദി ഉണ്ടല്ലോ, അപ്പോൾ അതിൽ സൽമാൻ ഖാൻ തന്നെ സൽമാൻ കലിപ്പാവുമല്ലോ. അപ്പോൾ അതുപോലെ ലാലേട്ടൻ എന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റേ ഈ പ്രേമം, അത് ബിഗ് ബോസിൻ്റെ ഒരു എന്തുവാ സ്റ്റോറി ലൈൻ ബേസ്ഡ് പോലെ ആയിപ്പോയി. പ്രേമം ഏതെങ്കിലും ഒരു സീസൺ തുടങ്ങി അപ്പോൾ ഒരു പ്രേമം വരും. അതിൻ്റെ ശരിക്കും ആവശ്യമില്ല. ലൈക്ക് പ്രേമത്തിൻ്റെ ഒട്ടും ആവശ്യമില്ല. ജസ്റ്റ് നോർമലി കുറേ ആൾക്കാർ, കുറേ സ്ട്രേഞ്ചേഴ്സ് ഒരു വീട്ടിൽ എങ്ങനെ താമസിക്കാം അത് നമുക്ക് കണ്ടാൽ മതി. ചുമ്മാ വന്നിട്ട് പ്രേമം വന്ന് ഒലിപ്പിക്കൽ അതൊക്കെ ഭയങ്കര ക്ലീശേ പരിപാടിയാണ്. സോ ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സ്ട്രേഞ്ചേഴ്സ് ആണ്, അടി എന്തായാലും ഉണ്ടാവും. എന്നാൽ അവർ ഒരുമിച്ച് എങ്ങനെയെങ്കിലും ഇത്രയും അടിയുടെ ഇടയിൽ ഒരുമിച്ച് എങ്ങനെ പോകുന്നു അത് മാത്രം നമുക്ക് കണ്ടാൽ മതി. ഫസ്റ്റ് സീസൺ ആയിരുന്നു ഏറ്റവും ബെറ്റർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങി അത്രയും ഒരുമാതിരിയുള്ള സീസൺസ് നമുക്ക് ലൈക്ക് ഇതങ്ങ് പോകും. നമ്മൾ കണ്ടിരിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് അങ്ങ് പോകും. ഇത് വേണ്ട, ഇനി ലാസ്റ്റത്തെ ഫിനാലെ മാത്രം കാണാമെന്നുള്ള രീതിയിൽ അങ്ങനെ ആയിപ്പോകും. ഒരു ചെറിയ പ്രതീക്ഷയോടെയാണല്ലേ കാത്തിരിക്കണം? ചെറിയൊരു പ്രതീക്ഷ. കാരണം ഞാൻ എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നില്ല ഒരുപാട്. എന്നാലും ലാലേട്ടൻ്റെ പ്രൊമോ കണ്ടപ്പോൾ ചെറിയൊരു ഇതുണ്ട്, സ്പാർക്ക് പോലെ ഉണ്ട്. അത്രേ ഉള്ളൂ. സീസൺ 7 ഞാനങ്ങനെ ഒരു വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർ എത്ര സ്ക്രിപ്റ്റഡ് അല്ല എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് പലപ്പോഴും സ്ക്രിപ്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ കുറേ പേർക്ക് ഈ പറഞ്ഞ പോലെ സാധാരണ ഇങ്ങനെ വലക്കൊല നടത്തുന്ന കുറേ പേർക്ക് ഇത് ഭയങ്കര ഒരു പ്രയോജനം ചെയ്യും. ഇതിനകത്ത് അവർക്ക് സ്റ്റാറാവാം. പിന്നെ ആരൊക്കെ ഉണ്ട് ഇല്ല എന്നുള്ള കാര്യം ഇനി കാണുമ്പോൾ അറിയാം. പിന്നെ കുറേ പേർക്ക് ഒരു വരുമാന മാർഗ്ഗമായി. ഈ പറഞ്ഞ പോലെ നമ്മൾ
കുറേ പേരൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് വെറുത്ത കുറേ ആളുകൾ ഇനി ഇതിലും കൂടെ കയറുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം കുറേ കൂടെ വെറുപ്പിക്കൽ നടക്കുമെന്നാണ് തോന്നുന്നത്. എന്നാണ് കാരണം ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറേ ബിഗ് ബോസിൽ കണ്ടു വരുന്നതാണ്. കാരണം നെഗറ്റീവായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ വെറുപ്പ് കിട്ടുന്നവരെ സെലക്ട് ചെയ്ത് ഇതിനകത്തോട്ടങ്ങ് കയറ്റും. അപ്പോൾ പിന്നെ ഇതാരാണ് ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ അവസാന നിമിഷം വരെയൊക്കെ ഇവരങ്ങ് അതിൽ നിന്ന് പോകുന്നുണ്ട്, നിന്ന് പിഴയ്ക്കുന്നുണ്ട്. പിന്നെ അതിന് ബിഗ് ബോസിന് ശേഷം പിന്നെ അവരുടെ ലൈഫ് ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിന് മുമ്പും പിമ്പും എന്ന് പറയുന്ന ഒരു ലൈഫുണ്ട്. അവർക്ക് ഭയങ്കര പിടിച്ചാൽ കിട്ടാത്ത അതിലോട്ടൊക്കെ അവരങ്ങ് പോകും. അവർക്ക് ധാരാളം ഉദ്ഘാടനം കിട്ടും. അവരുടെയൊക്കെ പുറകെ ഈ പറഞ്ഞ പോലെ ഒരുപാട് അവർ സെലിബ്രിറ്റി ആയിട്ട് മാറും. പിന്നെ മറ്റ് സിനിമാ താരങ്ങൾ നമുക്കറിയാവുന്ന ആൾക്കാർക്കൊക്കെ വെറുതെ ഒരു നേരമ്പോക്കായിരിക്കാം എന്ന് പറയാം. രജിത്തൊക്കെ ഉണ്ടായിരുന്ന ആ സീസണാണെന്ന് തോന്നുന്നു. പിന്നെ ഫസ്റ്റിലെ സീസൺ അതും വലിയ കുഴപ്പമില്ല. ബോസ് ഞാൻ സീസൺ 1 മുതൽ കാണുന്ന ഒരാളാണ്. കാരണം ഞാൻ ഈ കളിയെ പറ്റി കേട്ടിട്ടുണ്ട്. കാരണം വേറെ സ്റ്റേറ്റുകളിലും വേറെ രാജ്യത്തൊക്കെ ഉള്ള കളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സീസൺ 1 തുടങ്ങി ആക്ച്വലി ഞാൻ വൈകുന്നേര സമയങ്ങളിൽ ഫ്രീ ആണ്. അപ്പോൾ ഈ ടി വിയിൽ കണ്ട സിനിമകൾ ഒന്നേ കണ്ടുകൊണ്ടിരിക്കും. എൻ്റെ സീരിയൽ ഞാൻ കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിപാടി വരുന്നു, വ്യത്യസ്തമായൊരു പരിപാടി വരുന്നു എന്ന് അറിഞ്ഞാൽ മുതൽ 1 തൊട്ട് കണ്ടുകൂടെ. അപ്പോൾ ആദ്യത്തെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൽ അഡിക്റ്റായി. കാരണം എന്ന് പറയും വേറെ ഒന്നുമല്ല, അവർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അവരുടെ ടീം രീതിയൊക്കെ കണ്ടു ചുമ്മാ കണ്ടു തുടങ്ങി. പിന്നെ ഞാൻ അറിയാതെ അഡിക്റ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ ഈ 6 സീസണും കണ്ടതാണ്. അപ്പോൾ 7ാമത്തെ സീസൺ ഞാൻ വെയിറ്റിംഗ് ആണ്. ആക്ച്വലി ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ചിലരിപ്പോൾ ഇത് കാണുമ്പോൾ പറയും ഇവന് ഭ്രാന്താണോ എന്ന് ചോദിക്കും. സംഭവം എനിക്കും അറിയാം ഭയങ്കര സംഭവം കണ്ടിരിക്കാനായിട്ട് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ എന്തോ ഞാൻ അഡിക്റ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ ഈ പരിപാടി കാണും. ചില ദിവസങ്ങളിലൊക്കെ നല്ല രസമുണ്ട്. ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു റവന്യൂ എന്ന് പറയുന്ന രീതിയിൽ നോക്കുമ്പോൾ ഈ ചാനലിന് നല്ലൊരു റവന്യൂ കിട്ടും. എൻ്റർടൈൻമെൻറ്റ് പേർപ്പസ് നോക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് പേര് കാണുന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റുകളിലുണ്ട്, വിദേശ രാജ്യങ്ങളിലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആസ് ആൻ എൻ്റർടൈൻമെൻറ്റ് കുഴപ്പമില്ല. പക്ഷേ ഇത് എന്താണ് ഒരു 4-5 എപ്പിസോഡെങ്കിലും കണ്ടാൽ മാത്രമേ നമുക്ക് ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് തോന്നൂ. മനസ്സിലായില്ലേ? ചിലപ്പോൾ ആദ്യത്തെ എപ്പിസോഡൊക്കെ കാണുമ്പോൾ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ മാറും. പക്ഷേ ഞാനിപ്പോൾ 6 സീസൺ കാലം കണ്ടിട്ടുണ്ട്. അഥവാ മിസ്സായാലും ഞാൻ ഫോണിലോ ആപ്പിലൊക്കെ ഇരുന്ന് കാണും. മാറ്റം എന്ന് പറയുമ്പോൾ ഇപ്രാവശ്യം ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോഴേ സോഷ്യൽ മീഡിയയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കി നിൽക്കുന്ന കുറച്ച് പേരെന്ന് പറഞ്ഞാൽ ചിലരുടെ ഫോട്ടോസൊക്കെ കാണിച്ചായിരുന്നു. അപ്പം അതാരെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ തീരെ ഈ എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിലെ കുറച്ച് പേരൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടു. പേരൊക്കെ ഇങ്ങനെ കേട്ടു. അപ്പോൾ അങ്ങനെ തീരെ ഒരു അലമ്പായിട്ടുള്ള ആൾക്കാർ കയറിയ ഇത് ഭയങ്കര ഡൗൺ ആവും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, സിനിമ റിവ്യൂസ് പറഞ്ഞ് വീഡിയോയിൽ നിൽക്കുന്ന കുറേ പേരുണ്ട്, ഫുഡ് വ്ളോഗേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, മോഡൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് വന്ന് നിറഞ്ഞാൽ കൊള്ളായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഈ തീരെ ഈ എന്തെങ്കിലുമൊക്കെ കോപ്രായമൊക്കെ കാണിച്ച് ഭയങ്കര നെഗറ്റീവായി നിൽക്കുന്ന ആൾക്കാർ എങ്ങാനും കയറി പറ്റിക്കഴിഞ്ഞാൽ അത് ചാനലിനെ നന്നായിട്ട് ബാധിക്കുമെന്ന് തോന്നുന്നു, ഈ ഷോയും ബാധിക്കുമെന്ന് തോന്നുന്നു. ആൾക്കാരെ എടുക്കുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡുള്ള ആൾക്കാരാണ് നന്നായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് വിൻ ചെയ്ത ടൈറ്റിൽ കാർഡ് കിട്ടിക്കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തൊരു വർഷം സീസൺ തുടങ്ങുമ്പോൾ ചിലർക്ക് ആ ഒരു ഇമ്പാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒന്ന് അഖിൽമാരാർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ജിൻഡോ ആയിരുന്നു. ജിൻഡോയ്ക്ക് എനിക്ക് തോന്നുന്നു ജിൻഡോ ഒരു സൈലൻറ്റ് ടൈപ്പ് ആണെന്ന് തോന്നുന്നു. അഖിൽമാരാർ അത്ര ആക്റ്റീവ് അല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അത്ര ഒരു മീഡിയ അറ്റൻഷൻ ഇപ്പോൾ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അഖിൽമാരാർ തന്നെയാണ് സ്റ്റിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ വർഷം അഖിൽമാരെ കടത്തി വെട്ടുന്ന ഒരാൾ വന്നാൽ അത്രത്തോളം ഇമ്പാക്റ്റ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം, ഈ വരുന്നവർക്ക് റവന്യൂ വൈസ് നല്ല റവന്യൂ കിട്ടും. പിന്നെ പോപ്പുലാരിറ്റി ആഗ്രഹിക്കുന്ന ഒരാൾ ഇതിനകത്ത് കയറി കഴിഞ്ഞ് ഒരു 50 ദിവസമൊക്കെ പിടിച്ചു നിന്നാൽ നന്നായിരിക്കും. അതിനുവേണ്ടി അകത്ത് പിടിച്ചിരിക്കാൻ പ്രയാസമാണ്. ആക്ച്വലി ബിഗ് ബോസ് അങ്ങനെ കാണാറില്ല. ഫസ്റ്റ് സീസൺ ശേഷം എനിക്ക് അത്ര നല്ല പരിപാടിയായിട്ട് തോന്നിയിട്ടില്ല. ശരിക്കും സോഷ്യൽ മീഡിയ ആൾക്കാർ അതിനെ ഭയങ്കരമായിട്ട് മനസ്സിലോട്ടെടുത്ത് ആവശ്യമില്ലാത്ത രീതിയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നവരുണ്ട്. ശരിയാണ്, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ട്. പക്ഷേ ഈ അടിമഴക്ക് സീസൺസ് ഒക്കെ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും? 1-2 ഫസ്റ്റ് സീസൺ അത്യാവശ്യം കണ്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല. ആ ഒരു ക്വാളിറ്റി ഇല്ല തോന്നിയിട്ടുണ്ടോ? കേരളത്തിൽ സ്ക്രിപ്റ്റഡാന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മറ്റ് ഭാഷകളിൽ കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ടാണെന്ന്. പക്ഷെ ഇവിടുത്തെ എങ്ങനെ ആണെന്ന് തോന്നുന്നില്ല. ഇത്ര റെലവൻസ് ഒന്നുമില്ല. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്ന കുറച്ച് വരുമാനം കിട്ടുന്ന ആൾക്കാരുണ്ട്. അതാണ് ആകെ ഉള്ളൊരു ഗുണം. അതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നു. അല്ലാതെ പ്രത്യേകിച്ച് ഗുണം സമൂഹത്തിലുണ്ട്. ഈ സീസൺ 7 കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? താല്പര്യം